ശ്രീ മാത്യു കുഴൽനാടൻ്റെ വെളിപ്പെടുത്തൽ വളരെ വിവാദമുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ശരിയോ തെറ്റോ എന്നറിയാൻ മന്ത്രി കെ കൃഷ്ണൻ, ഇപ്പോഴത്തെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി, വൈദ്യുതി വകുപ്പാണ്, അദ്ദേഹത്തെയും അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി വിവാദ പുരുഷനായിട്ടുള്ള മാത്യു ടി തോമസിനെയൊക്കെ ചാനലുകാരൊക്കെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഈ കെ കൃഷ്ണൻകുട്ടിയുടെ ആ വർത്തമാനം കേട്ടപ്പോൾ തന്നെ മനസ്സിലാവും ഇതാരാണെന്ന്. അച്ഛൻ വീടിനകത്തുമില്ല, അച്ഛൻ പത്തായത്തിനകത്തുമില്ല, തട്ടുംപുറത്തുമില്ല. അതാണ് നടന്നേക്കുന്നത്. പിന്നെ നോക്കുമ്പം വല്ലവരും കണ്ടുപോയാൽ എന്നെ ഒന്നും പറയരുത്. അതായത് ചോദിച്ചപ്പം വളരെ രസകരമായിട്ട്, നമ്മൾ ഈ വെളിച്ചെണ്ണ ചവിട്ടത്തില്ലേ, അപ്പം നല്ല പ്രതലത്തിൽ, അതായത് വളരെ ക്ലീനായിട്ട് കിടക്കുന്ന ടൈലിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കൂടെ നടന്നു നോക്കിയാൽ എന്തോ പറ്റും, ആ രീതിയിലാണ് സംഭവം. വെളിച്ചെണ്ണ ചവിട്ടി ഉള്ള വർത്തമാനമാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ചെളി ചവിട്ടിയെന്ന് നമ്മൾ പറയും, ആ രീതിയിലുള്ള വർത്തമാനം. ഞാൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഓർമ്മയില്ലെന്ന്. ഒരാളെക്കുറിച്ച് വളരെ ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പറയാം അത് ഓർമ്മയില്ലെന്ന്. ഇങ്ങനെ പറയുന്നവനൊക്കെ മന്ത്രിയായിട്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് ചോദിക്കുള്ളൂ. ഇയാളെ മന്ത്രിയാക്കരുത്, കാരണം ഇയാൾ സെനയിലായി. അങ്ങനെയാണ് ഇയാൾക്ക് ഓർമ്മയില്ലെങ്കിൽ. ഇയാൾക്ക് ഇത് ഓർമ്മയില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇയാൾക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ബിക്കം സെനയിൽ. അയാളെ ഭരിക്കാൻ കൊള്ളാവും? ഇങ്ങനെയുള്ളവനെയാണോ ഭരണത്തിൻ്റെ അതിനകത്ത് മന്ത്രിയായിട്ട് കൊണ്ടുവന്നിരുത്തുന്നത്? ചിന്തിക്കേണ്ടതാണ്. മറ്റേയാൾ പറഞ്ഞത്, മാത്യു ടി തോമസ് പറഞ്ഞത് വളരെ ഊർജ്ജസ്വലനായിട്ട് നടന്നു, പക്ഷേ ചമ്മലുണ്ട് മുഖത്ത്. പറഞ്ഞാൽ അത് ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യം എന്നെക്കുറിച്ച് പറയാൻ സാധ്യതയില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, ഇങ്ങനെ പറയും എന്നൊക്കെയായി. എന്നിട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചു പാവം AI കേട്ടോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറ്റം പറയാൻ ഇത് ഏറ്റവും എളുപ്പമാണ് ഇപ്പോൾ എല്ലാവർക്കും പറയാൻ. അത് കണ്ടു കഴിഞ്ഞാൽ അത് AI ആണ്. ആര് AI ഉണ്ടായിരിക്കും, അത് എൻ്റെ ശബ്ദം അല്ല. അവസാനം ഇത് എൻ്റെ ശബ്ദമാണോ എന്ന് തോന്നുന്നില്ലെന്നൊക്കെ ആദ്യം പറഞ്ഞു. ആദ്യം ഉള്ള ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒക്കെ വർത്തമാനത്തിന്. പിന്നെ കുറച്ച് കോൺഫിഡൻസ് കിട്ടി തുടങ്ങി AIയുടെ മണ്ടയിലോട്ട് വെക്കാമെന്ന്. പക്ഷെ അത് പരിശോധിച്ചാൽ കണ്ടുപിടിക്കാം ശ്രീകൃഷ്ണൻകുട്ടി നിങ്ങളുടെ ശബ്ദം. മാത്രമല്ല, നിങ്ങൾ ഈ വർത്തമാനം എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പ്രഭാത് പറയുന്നുണ്ട്. പ്രഭാത് എന്ന് പറയുന്ന ആളെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നൊക്കെ നിങ്ങൾ പറയും, അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ നിങ്ങളോടൊപ്പം നടന്ന ഈ കൂടെ കിടക്കുന്നവൻ്റെ രാപ്പനി അറിയാമെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ശബ്ദം തിരിച്ചറിയാനും നിങ്ങൾ ഈ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ അയാൾക്ക് ഈ തിരിച്ചറിയാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല, ഇതിൻ്റെ സീക്വൻസ് ആലോചിച്ചാൽ ഇതിൻ്റെ സത്യം മനസ്സിലാവും. അതായത് നിങ്ങൾ പറഞ്ഞ വർത്തമാനം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഫോണിൽ കൂടെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഈ മേരി മാതാ കൺസ്ട്രക്ഷൻസ്, മേരി മാത എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടർ നിങ്ങൾ ആ സമയത്ത് ഫോൺ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവം. അപ്പോൾ ഈ അലിഗേഷൻ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ അലിഗേഷനാണ്. ഇതിൻ്റെ സ്പിൽവേ തുറക്കുന്നത് മാത്രമല്ല, അന്ന് ജലവിഭവ വകുപ്പിൻ്റെ ചീഫ് എഞ്ചിനീയറായിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ജോഷി എന്ന് പറയുന്ന ആളാണ്. അയാളും നിങ്ങളും കൂടെ ചേർന്നുകൊണ്ട്, ഈ മാത്യു ടി തോമസും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പണി മുഴുവൻ കാണിച്ചതെന്ന് നിങ്ങൾ തീർത്ത് പറയുന്നു. ശുദ്ധനൊന്നും അല്ല അത് ഈ മാത്യു ടി തോമസ്, അതാണ് ആ രീതിയിലാണ് പറയുന്നേക്കുന്നത് കേട്ടോ. വിശുദ്ധൻ എന്നൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ പേരും പറയുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, അതിനകത്ത് പറഞ്ഞേക്കുന്ന അലിഗേഷൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, തോട്ടപ്പള്ളി സ്പിൽവേ. ഇപ്പോൾ നിങ്ങൾ പറയുന്ന തോട്ടപ്പള്ളി സ്പിൽവേക്ക് 40 ഷട്ടറുകളുണ്ട്. അതിലാദ്യം 20 തുറക്കുള്ളൂ. എന്താ കാര്യം എന്ന് അറിഞ്ഞൂടാ. ഈ വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും അത് ബാക്കി എല്ലാ ഷട്ടറും തുറക്കണമെന്ന് പറഞ്ഞു. തുറന്നില്ല. കാരണം അവിടെ ഉള്ള വീടുകളിൽ എല്ലാം ചെളിയൊക്കെ അടിഞ്ഞു കൂടി കഷ്ടപ്പെട്ട്, കാരണം ഇത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ മണൽ ഒലിച്ചു പോകും. അപ്പോൾ അത് ഒലിച്ചു പോകുന്നത് വലിയ നഷ്ടം ഉണ്ടാക്കും. ആർക്കാ? ഈ കരാറെടുത്തേക്കുന്ന കമ്പനിക്ക്. ആ കരാറെടുത്തേക്കുന്ന കമ്പനി നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ തന്നു എന്നാണ് ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദത്തിൽ ഈ പറയുന്നത്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നില്ലേ, അതൊന്നും അല്ല. അത് കേൾക്കുമ്പോൾ അറിയാം. ഇനി അതാണെങ്കിൽ വരട്ടെ, കുഴൽനാടൻ വൃത്തിയായിട്ട് പറയുന്നുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കിയാണെങ്കിൽ എൻ്റെ പേര് കേസ് കൊടുക്കട്ടെ. ശരിയാണ്. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നിങ്ങളുടെ ശബ്ദവും ഇതും ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വോയിസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് അപകടവുമാണ്.
ഇനി ഈ അലിഗേഷൻ ഈ തോട്ടപ്പള്ളി സ്പില്ലുമേ മാത്രമല്ല, അവസാനം ഇതെല്ലാം ആയി വെള്ളം പൊങ്ങി ഒരു നിവൃത്തിയില്ലാതെ അവിടെ മുഴുവൻ വെള്ളം കയറി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നത്. അല്ലാതെ ആദ്യമേ ഷട്ടർ തുറന്നിരുന്നു എന്നൊക്കെ അടിച്ചു വിടുന്നില്ലേ? മുഴുവൻ കള്ളമാണ് ഈ പറയുന്നത്, മുഴുവൻ കള്ളമാണ്. ഈ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കിയതാണ് അറിഞ്ഞുകൊണ്ട്. ഇത് മാത്രമോ, മണിയാർ ഡാം എന്ന് പറയുന്ന ഒരു ഡാം അവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ആ കമ്പനിക്ക് ഇപ്പം ഈ ഇപ്പോഴത്തെ മന്ത്രി നിങ്ങളും, അതായത് ഈ കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയനും കൂടെ ചേർന്നുകൊണ്ടാണ് അവർക്ക് ഈ കരാർ നീട്ടി കൊടുക്കുന്നത്. അത് ബോർഡിന് കൊടുക്കേണ്ടതാണ്, ഇപ്പോൾ കാലാവധി കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ കരാർ അങ്ങ് നീട്ടി കൊടുക്കുക അവർക്ക്, വൈദ്യുതി ഉത്പാദനം. കാരണം ഇഷ്ടംപോലെ പണം അവർക്കുണ്ടാക്കാം. അതെന്തായിരിക്കും അതിൻ്റെ പുറകിലുള്ള അഴിമതി എന്നറിയാമല്ലോ. എത്രയോ അഴിമതി ഉണ്ടായെന്ന് നമുക്കറിയാമല്ലോ. ഇനി ആ വൈദ്യുതി നിർമ്മിക്കുന്ന അവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മറ്റ് രണ്ട് വ്യക്തികളെയും സഹായിക്കാൻ വേണ്ടിയാണ്, വളരെ പ്രമുഖ വ്യക്തികളെയും സഹായിക്കാൻ വേണ്ടിയാണ് മണിയാർ ഡാം തുറക്കാതിരുന്നത്. മണിയാർ ഡാം തുറക്കാതിരുന്ന് വളരെ ബുദ്ധിമുട്ട് വന്ന് ഒരുപാട്. അവിടെ പത്തനംതിട്ട അതുപോലെ തന്നെ ചെങ്ങന്നൂർ ഭാഗം മുഴുവൻ വെള്ളം കയറി നശിച്ചു, പ്രളയം ഉണ്ടായി. അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അത് തുറന്നത്. ഇനി അതുപോലെ തന്നെ ആളിയാർ ഡാം ഇതുപോലെ തുറന്നത് ഇട്ട് അങ്ങ് അടച്ചു. അതിൻ്റെ കാര്യം എന്താ അറിയോ? അത് തമിഴ്നാട്ടിലേക്ക് ആളിയാർ ഡാമിൽ നിന്ന് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെ 200 കോടി രൂപയുടെ ഒരു കരാർ പ്രവൃത്തി നടക്കുകയാണ്. അപ്പോൾ അത് മുടങ്ങിപ്പോകും, അതിന് ബത്തപ്പാട് വരും വെള്ളം അങ്ങോട്ട് വിട്ടാൽ. അതുകൊണ്ട് വെള്ളം അങ്ങോട്ട് വിടണ്ട എന്ന് വിചാരിച്ച് അത് അങ്ങോട്ട് തുറക്കാതായി. അത് മാത്രമോ, അത് തുറക്കാതായിട്ട് എങ്ങോട്ടാണ് വിടുന്നത്? പെരിങ്ങൽകുത്തിലേക്ക് തുറന്നു വിട്ടു. അപ്പോൾ പെരിങ്ങൽകുത്ത് വെള്ളം അതുപോലെ പൊങ്ങുമല്ലേ, അത് മുഴുവനായിട്ട് പിന്നെ ഒന്നിച്ച് തുറന്നു വിടേണ്ട ഗതികേട് വന്നില്ലേ? അങ്ങനെ വന്ന് ചാലക്കുടി പുഴയും ചാലക്കുടി ഭാഗം മുഴുവൻ വെള്ളം കയറി. അത് മുഴുവൻ അതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്ക് തന്നെയാണ്. ഇതേപോലെ മനഃപൂർവ്വം മാൻമെയ്ഡ് കലാമിറ്റി, മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് ആ പ്രളയം ഉണ്ടാക്കിയത്. ഇങ്ങനെയുള്ളവരാണോ ഭരിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഇയാളെയൊക്കെ നിയമസഭ കാണിക്കാൻ കൊള്ളാവും. ഈ കൃഷ്ണൻകുട്ടി ആയാലും ഈ മാത്യു ടി തോമസിനെയൊക്കെ ആയാലും എല്ലാ യവന്മാരും മുഴുവൻ കള്ളന്മാരാണ്. അത് ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. കാരണം ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നല്ലോ. ശരിയായി അന്വേഷിച്ചാൽ ഇത് വിവരം അറിയും, ഇതിൻ്റെ വിവരം വെളിയിൽ വരും. അതാ ഞാൻ പറഞ്ഞത്. ഇത് കുറേ ആളുകളുണ്ട്, അതായത് ഇതുപോലെ ചില ഡൂക്കിലി പാർട്ടികളുണ്ട് ഈ മുന്നണികളിൽ, 2 മുന്നണികളിലും ഉണ്ടല്ലോ. ഞാൻ ഉള്ള പറഞ്ഞേ, അതിനകത്ത് ഇരിക്കുന്നവന്മാർക്ക് എങ്ങനെയെങ്കിലും ഒരു മന്ത്രിസ്ഥാനം, 2 പേര് ജയിച്ചാൽ ഞാൻ ഒരു മന്ത്രിസ്ഥാനം കിട്ടണം. കിട്ടിക്കഴിഞ്ഞാലോ അത് വെച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്നത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരാഴ്ചയിലേക്ക്. കാരണം പിന്നെ ഇത് കിട്ടാൻ സാധ്യത കുറവാണ്. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ 2 മുന്നണിയിലും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ 1 or 2 സ്ഥാനമായിട്ട് രണ്ട് MLA-മാർ മുതൽ താഴോട്ടുള്ളവർക്ക് 2 or 1 ഉള്ളവർക്ക് ഒരു കാരണവശാലും മന്ത്രിസ്ഥാനം കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ പോക്കാണ്. ആ മന്ത്രിസഭയെ മുഴുവൻ ഇവർ നശിപ്പിക്കും. അപ്പോൾ ഈ മാത്യു ടി തോമസിൻ്റെ പേരിലുള്ള ഈ ആരോപണം ഉണ്ടല്ലോ, അത് വെറുതെ ഒന്നുമല്ല, കൃഷ്ണൻകുട്ടി പറഞ്ഞാണ്. ഈ കൃഷ്ണൻകുട്ടി വിളിച്ചു പറഞ്ഞിട്ടാണ് അയാൾ ആദ്യം ഞാനാണോ ഇത്, ഞാനിങ്ങനെ പറയും, ഞാനങ്ങനെ പറയാൻ സാധ്യതയില്ല, ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അന്നേരമാണ് AI കിട്ടിയത്. അത് AI ആയിരിക്കും, ശരി, AI ആയിരിക്കും. പരിശോധിച്ച് വരട്ടെ. പരിശോധിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ AI എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇത് നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം മിസ്റ്റർ കൃഷ്ണൻകുട്ടി. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മയില്ലാത്ത ആളല്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. അതായത് ഇങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞതായി ഓർക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള ഒരു കാര്യമല്ല ഞാനിങ്ങനെ പറഞ്ഞതായി ഓർക്കുന്നില്ല എന്നൊക്കെ ആയി. ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട് ഈ മന്ത്രിസഭയിലൊക്കെ, കേട്ടോ. വെള്ളം അടിച്ച് മൂത്തിരുന്ന് ഒരു സ്ത്രീയെ വിളിച്ചുള്ള തോന്നിവാസം മുഴുവൻ വിളിച്ചു പറഞ്ഞ് ഒരാളുണ്ട്. അവസാനം അയാൾ പിന്നെ നിഷേധിച്ചൊന്നുമില്ല അത്. കാരണം അയാൾക്ക് ഓർമ്മയില്ല ഈ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. കാരണം അതുപോലെ ഓഫായിപ്പോയി. ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഭരിക്കുന്നത്. ഒന്ന് ആലോചിച്ചൊന്ന് നോക്കിക്കോളൂ. നമ്മളെ ഭരിക്കുന്നത് ഇങ്ങനെയുള്ളവരാണ്. ഈ വണ്ടി ഓടിക്കുന്നവൻ, ഡ്രൈവർ, മദ്യപിച്ച് ബോധമില്ലാതെ വണ്ടി ഓടിക്കുന്ന, വണ്ടിയിൽ ഇരിക്കുന്ന നമ്മളൊക്കെ ഇല്ലേ, അങ്ങനെ ഇരിക്കുമ്പോൾ ആ അവസ്ഥയാണ് ഇപ്പം നമുക്ക്. ആ രീതിയാണ്. കാരണം ഒരു ബോധമില്ല, അയാൾക്ക് ഓർമ്മയില്ല അയാൾ പറഞ്ഞോ ഇല്ലയോ എന്ന്.
അങ്ങനെയുള്ളവനൊക്കെയാണ് നമ്മളെ ഭരിക്കാൻ പോകുന്നത്. ഇതുപോലുള്ള വലിയ തോന്നിയ ഇത്രത്തോളം വലിയ പ്രളയം ഉണ്ടായി. അന്ന് തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെ വെളി വന്നതാണ്. പക്ഷേ പിന്നെ അന്വേഷിക്കാൻ ആരാ അന്വേഷിക്കുന്നത്? ശ്രീ പിണറായി വിജയൻ്റെ പോലീസില്ലേ അന്വേഷിക്കണ്ടേ? അത് എളുപ്പമാണല്ലോ, അന്വേഷിച്ച് കിട്ടുമല്ലോ. എന്നിട്ട് പറയുക ഇത് വിജിലൻസും അതുപോലെ തന്നെ മദ്രാസ് IITയും ഒക്കെ പരിശോധിച്ച് പഠനം നടത്തി പതിവിൽ കവിഞ്ഞ മഴ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ഇത്രത്തോളമുള്ള പ്രളയം ഉണ്ടാവത്തില്ല ഈ രീതിയിൽ ഇത് തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ. ആ തമിഴ്നാട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം തമിഴ്നാട്ടിലേക്ക് തന്നെ അങ്ങ് വിടണമായിരുന്നു. അതിന് പകരം എന്താ, ആളിയാർ അതിൽ നിന്ന് പെരിങ്ങൽകുത്തിലേക്ക് തിരിച്ചു വിട്ടു. ആളിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകിയില്ല വെള്ളം. അതുമൂലം ഉണ്ടായ നാശങ്ങൾ ചില്ലറയല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് മണിയാർ ഡാം, ഇതേപോലെയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അവസാനം സ്പിൽവേയിലുണ്ടല്ലോ, പിന്നെ ഒരു നിവൃത്തിയില്ലാതായപ്പോഴാണ് തുറന്നവന്മാർ. ഇത് മുഴുവൻ കള്ളത്തരമാണ്. ഇത് ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്നതല്ലേ ഇത്. പൈസ ഉണ്ടാക്കി മതി, നൂറുകണക്കിന് കോടികളാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ആ ആരോപണം, കുഴൽനാടൻ പറയുന്ന ആരോപണം സത്യമാണെങ്കിൽ ഇവരൊക്കെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണം. സത്യമാണെങ്കിൽ അന്വേഷണം നടക്കണം. പക്ഷേ ഇത് കേട്ടതും അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കിയതും ഇതിന് പഠിച്ചതും വെച്ച് അത് സത്യമാകാനാണ് സാധ്യത. മാത്രമല്ല കുഴൽനാടൻ അത് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. മാത്യു കുഴൽനാടൻ ഇതുപോലുള്ള ഒരുപാട് ആരോപണങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും അത് ഫെയിലായി പോകാറുണ്ട്. ഫെയിലായി പോയെന്നൊന്നും ആരോപണം സത്യമല്ല എന്നുള്ളതൊന്നുമല്ല. കാരണം വിജിലൻസ് അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയൊക്കെ സമീപിച്ചു. അതിനെക്കുറിച്ചൊന്നും ഞാൻ പിന്നൊന്നും പറയുന്നില്ല. കാരണം പറയാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ആ ആരോപണം സത്യമല്ലാത്തതുകൊണ്ടൊന്നും അല്ല അന്വേഷണം നടക്കാഞ്ഞതും ഒക്കെ എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. ആരോപണം സത്യമാണ്, പക്ഷേ തെളിയിക്കാൻ മാർഗമില്ല. അതേപോലെ ഇത് മാത്യു കുഴൽനാടൻ വളരെ കരുതിയലോടുകൂടിയാണ് ഇത് സംസാരിക്കുന്നത്. ഇത് ആരെയാ വിളിച്ചതെന്ന് വ്യക്തമാക്കിയില്ലെന്നുള്ളതല്ലേ. ആരെയായാലും വിളിച്ച ഒരാളുടെ വർത്തമാനമാണല്ലോ. അയാളിങ്ങനെ പറഞ്ഞല്ലോ, ആരോടോ സംസാരിക്കുന്നതാണല്ലോ കേൾക്കുന്നത് മുഴുവൻ. അത് AI നിർമ്മിതമാണെന്നുണ്ടെങ്കിൽ മാത്യു കുഴൽനാടൻ്റെ പേര് കേസ് കൊടുക്കണം നിർബന്ധമായിട്ട്. നിങ്ങൾ അതിന് കേസ് കൊടുക്കുന്നതെന്ന് കാണിച്ചാൽ പോരാ, കേസ് കൊടുക്കണം. ഇപ്പോൾ 2 ദിവസമേ ഉള്ളൂ, നാളെ ഇലക്ഷനാണ്. അതുകൊണ്ട് ഇന്ന് കേസ് കൊടുക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് കാര്യമില്ല, കേസ് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, അതിനെ ബാധിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം, ഇതുപോലെ ആളില്ലാ പാർട്ടികൾ കുറേ എണ്ണം ഉണ്ട്, കുറച്ച് ഇറക്കിൽ പാർട്ടികൾ. അവർക്കൊക്കെ 1-2 MLA-മാരുണ്ടാവും, പിന്നെ അത് അങ്ങ് മന്ത്രിയാവും. ഒരു കാരണവശാലും അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കരുത്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പോയാൽ വളരെ വലിയ അപകടമാണ്. ഇതേപോലുള്ള പണികളാണ് നടത്തുന്നത്. കാരണം അവർക്ക് കൂടുതൽ കിട്ടത്തില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ ആ കിട്ടുന്ന കാലം വെച്ചങ്ങ് കൊയ്യും. അതിനു വേണ്ടി നിന്ന് കൊടുക്കരുത്. കേരളത്തിലെ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ പൈസ ഇതിനു വേണ്ടി ഇവരെ തീറ്റിപ്പോറ്റാനുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഈ PSC അംഗങ്ങളെയൊക്കെ വെട്ടിക്കുറയ്ക്കണം. ഇത്രയും PSC അംഗങ്ങളെ എന്തിനും തീറ്റിപ്പോറ്റണം? ഇവിടെ PSC വഴി ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ല, ഒന്നുമില്ല. എന്നാലും യുവന്മാർക്കൊക്കെ ഇഷ്ടമാതിരി വാരി കൊടുക്കുകയാണ്. ഒരുത്തനെ ആവറേജ് 5 ലക്ഷം രൂപ മാസം ചിലവാക്കി ഇരുത്തിയേക്കാണ്. അവന് ജീവിതകാലം മുഴുവൻ പെൻഷനും അവൻ്റെ കുടുംബത്തിനും ഭാര്യയും എല്ലാം. ഇതെന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതൊന്നും വിളിച്ചു പറയാനോ ചൂണ്ടിക്കാണിക്കാനോ ഒന്നും ആരും ഇല്ല. അതുപോലെ ഇതേപോലുള്ള തോന്നിവാസങ്ങൾ ഒരുപാട് മേഖലയിലുണ്ട്. അതായത് റിട്ടയർ ചെയ്ത്, അത് ജഡ്ജിമാരായാലും അതുപോലെ തന്നെ മറ്റ് IAS ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥരൊക്കെ ആയാലും, ഇവരെയൊക്കെ ഉണ്ടല്ലോ ആജീവനാന്തം തീറ്റിപ്പോറ്റുന്ന ജോലി. അവർക്ക് പെൻഷൻ കൊടുത്ത് വീട്ടിൽ ഇരിക്കണം, പെൻഷൻ. അതിന് പകരം അവർ മരിക്കുന്നവരെ ഇവർക്ക് ജോലി ചെയ്യണം. ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തോ ജോലി ചെയ്യുന്നത്? ഓരോരുത്തരെ നമ്മൾ കാണുന്ന ഓരോരുത്തരെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ് എത്ര പേരെക്കുറിച്ചാണെന്നറിയാം എൻ്റെ അടുത്ത് പരാതി കൊണ്ടുവരുന്നേക്കുന്ന ആളുകൾ. അപ്പോൾ ഞാൻ ഏതാണ്ട് ചെയ്യുമെന്ന് വിചാരിച്ചാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിത് വിളിച്ചു പറയാൻ പറ്റും. അത് ഞാനിനി പരസ്യമാക്കും. കാരണം ഓരോ അതോറിറ്റികളും അതും ഇതും കുന്തം കുടയെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ജനങ്ങൾ മുഴുവൻ പോയിരുന്ന് കഷ്ടപ്പെടുന്നത് അവർ വന്ന് പറയാറുണ്ട്. ഇത് ഞാൻ ഇത്രയും ആയി പരാതി കൊടുത്തിട്ട് ഒന്നുമില്ല എന്ന് പറയുന്ന വളരെ സങ്കടത്തോടുകൂടി പറയുന്ന ആളുകളുണ്ട്, അവരുണ്ട്. ഇത് കേട്ട് വല്ലാതായതുകൊണ്ടാണ് ഞാനിത് വിളിച്ചു പറഞ്ഞത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്.